എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിനനുസരിച്ച് വ്യക്തമായ സന്ദേശങ്ങൾ നൽകുന്ന പരിശുദ്ധ പിതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഈ കഴിഞ്ഞ സിനഡിനു ശേഷം വന്ന അപ്പോസ്തോലിക ഉദ്ബോധനമാണ് ക്രിസ്തു ജീവിക്കുന്നു, ക്രൈസ്റ്റ് ഈസ് എലൈവ്. ഈ അപ്പോസ്തോലിക ഉദ്ബോധനമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഫാദർ ജെയിംസ് ആലക്കുഴിയിൽ OCD അച്ഛനാണ്. കാർമൽ പബ്ലിഷിംഗ് ഹൗസാണ് ഇത് മലയാളത്തിൽ നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ അപ്പോസ്തോലിക ഉദ്ബോധനം ഈ കാലഘട്ടത്തോട് വളരെ ശക്തമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യുവജനതയോട്. ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ അപ്പോസ്തോലിക ഉദ്ബോധനം 9 അധ്യായങ്ങളായാണ് പരിശുദ്ധ പിതാവ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം ദൈവവചനത്തിന് യുവജനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്. പിന്നീട് വരുന്ന അധ്യായം യേശുവിൻ്റെ നിത്യ യുവത്വം. പിന്നീട് വരുന്ന അധ്യായങ്ങളിൽ നിങ്ങളാണ് ദൈവത്തിൻ്റെ ഇപ്പോൾ, യുവജനങ്ങൾക്കുള്ള മഹത്തായ സന്ദേശങ്ങൾ, യുവത്വത്തിൻ്റെ പാതകൾ, വേരുകളുള്ള യുവജനങ്ങൾ. 7-ാമത്തെ അധ്യായം യുവജന ശുശ്രൂഷയെക്കുറിച്ചാണ്. പിന്നീട് ദൈവവിളിയെക്കുറിച്ചുള്ള ഒരു അധ്യായം. അവസാന അധ്യായത്തിലാണ് വിവേചിച്ചറിയുക. യുവജനത ഈ കാലഘട്ടത്തെ എങ്ങനെ വിവേചിച്ചറിയും എന്നുള്ള തരത്തിൽ ഈ അപ്പോസ്തോലിക ഉദ്ബോധനത്തെ അദ്ദേഹം സംഗ്രഹിച്ചിരിക്കുന്നത്. ഈ 9 അധ്യായങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും പരിശുദ്ധ പിതാവ് മാർഗനിർദ്ദേശങ്ങളിലൂടെ, ചില കണ്ടെത്തലുകളിലൂടെ ആത്മീയമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്, ക്രൈസ്റ്റ് ഈസ് എലൈവ്. ആ വാക്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് യുവജനതയെ അല്പം കൂടി തീക്ഷ്ണതയുള്ള ഒരു ജനതയാക്കി മാറ്റാൻ പരിശുദ്ധ പിതാവ് ഈ അപ്പോസ്തോലിക ഉദ്ബോധനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ക്രിസ്തു ജീവിക്കുന്നു, അവിടുന്നാണ് നമ്മുടെ പ്രത്യാശ. അത്ഭുതകരമായ രീതിയിൽ ലോകത്തിനവിടുന്ന് യുവത്വം പ്രദാനം ചെയ്യുകയും അവിടുന്ന് സ്പർശിക്കുന്നതെല്ലാം ചെറുപ്പവും പുതുമയുള്ളതും ജീവസുറ്റതുമാക്കുകയും ചെയ്യുന്നു. അതിനാൽ എല്ലാ ക്രൈസ്തവ യുവജനങ്ങളോടും ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഇവയാണ്: ക്രിസ്തു ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ക്രിസ്തു ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്നിലുണ്ട്, നിന്നോടൊപ്പമുണ്ട്. അവിടുന്ന് നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. നീ എത്ര ദൂരത്തിൽ അലഞ്ഞാലും ഉത്തിതനായവൻ എപ്പോഴും അവിടെയുണ്ട്. അവിടുന്ന് നിന്നെ വിളിക്കുന്നു. അവിടുന്നിലേക്ക് പിന്തിരിഞ്ഞ് വീണ്ടും ആരംഭിക്കാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. ദുഃഖത്താലോ വിഷമത്താലോ ഭയത്താലോ സംശയത്താലോ പരാജയത്താലോ നീ വയസ്സനായി എന്ന് തോന്നുമ്പോഴും നിൻ്റെ ശക്തിയും നിൻ്റെ പ്രത്യാശയും വീണ്ടെടുക്കാൻ അവിടുന്ന് എപ്പോഴും നിന്നോട് കൂടെയുണ്ടായിരിക്കും. പരിശുദ്ധ പിതാവ് യുവജനങ്ങളോട് സംവദിക്കുമ്പോൾ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്: ക്രൈസ്റ്റ് ഈസ് വിത്ത് യു, ക്രൈസ്റ്റ് ഈസ് എലൈവ്. ക്രിസ്തു ജീവിക്കുന്നു, ക്രിസ്തു നിന്നോടൊപ്പമുണ്ട് എന്ന് യുവജനങ്ങളെ ഓരോ ദിവസവും അവിടുന്ന് തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല വേളകളിലും പല രാജ്യങ്ങളും പരിശുദ്ധ പിതാവ് സന്ദർശിക്കുമ്പോൾ യുവജനതയോട് ചേർന്ന് നിൽക്കാനും ആ യുവജനങ്ങളെ കാണാനുമൊക്കെ സമയം കൊടുക്കുന്നതും ഇടം കൊടുക്കുന്നതുമൊക്കെ. അതിരറ്റ സ്നേഹവാത്സല്യത്തോടുകൂടി ഞാൻ എല്ലാ ക്രിസ്തീയ യുവജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസ്തോലിക ഉദ്ബോധനം നൽകുകയാണ്. നമ്മുടെ വിശ്വാസത്തിൽ നിന്നും ഉടലെടുക്കുന്ന ചില ബോധ്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനും അതേസമയം തന്നെ നിങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിനും നിങ്ങളുടെ വ്യക്തിപരമായ ദൈവവിളിയിൽ സമർപ്പണം ചെയ്യുന്നതിനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചാണ് ഈ അപ്പോസ്തോലിക ഉദ്ബോധനം. ഈ കാലഘട്ടത്തിലെ യുവജനത നേരിടുന്ന പ്രതിസന്ധികളെയൊക്കെ എപ്രകാരം നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ഈ 9 അധ്യായങ്ങളിലൂടെയും ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പിതാവ് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ അധ്യായം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. വിവേചിച്ചറിയുക. യുവത്വം, ഇന്നിൻ്റെ യുവത്വം എങ്ങനെയാണ് വിവേചിച്ചറിയേണ്ടത്? അതോടൊപ്പം ഇതൊരു സിനഡിൻ്റെ പ്രക്രിയയുടെ ഭാഗമായതിനാൽ ഈ സന്ദേശത്തെ സർവ്വജനത്തിനും
അജപാലകർക്കും വിശ്വാസികൾക്കും ഒരുപോലെ ഉദ്ദേശിച്ചുകൊണ്ടും കൂടിയാണ്. കാരണം നാം എല്ലാവരും യുവജനങ്ങളെക്കുറിച്ചും യുവജനങ്ങൾക്കു വേണ്ടിയും വിചിന്തനം ചെയ്യാൻ കടപ്പെട്ടവരും ആഹ്വാന നിരതരുമാണല്ലോ. തന്മൂലം ചിലയിടങ്ങളിൽ യുവജനങ്ങളോട് ഞാൻ നേരിട്ട് സംസാരിക്കും, മറ്റിടങ്ങളിൽ സഭയുടെ വിവേചനത്തിനായി ചില പൊതുവായ പരിഗണനകൾ ഞാൻ നിർദ്ദേശിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ പിതാവ് ചെന്ന രാജ്യങ്ങളിലൊക്കെ യുവജനതയോട് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ കാലഘട്ടത്തോട് സഭയ്ക്ക് പറയാനുള്ളത്, വചനത്തിന് പറയാനുള്ളത്, ആ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉദ്ബോധനത്തിൻ്റെ ആദ്യ അധ്യായം. ദൈവവചനത്തിന് യുവജനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പരിശുദ്ധ പിതാവ് നിരന്തരം സംസാരിക്കുന്നതും യുവജനങ്ങളോടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നതും ഈ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും യുവജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? വിശുദ്ധ ലിഖിതങ്ങൾ യുവജനങ്ങളെക്കുറിച്ച് പലപ്പോഴും പ്രതിപാദിക്കുന്നത് കൊണ്ടും ദൈവം അവരുമായി സമ്പർക്കത്തിലേർപ്പെടാൻ സമീപിക്കുന്നത് കൊണ്ടും തിരുലിഖിതങ്ങളിലെ സമ്പന്നതയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമാണ് ഈ പശ്ചാത്തലങ്ങൾ. ഒന്നാമതായി, സാമുവേൽ ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ കർത്താവ് അവനോട് സംസാരിച്ചു. മുതിർന്ന ഒരാളുടെ ഉപദേശം കേട്ട് അവൻ തൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ തുറക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ്: അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. തൽഫലമായി അയാൾ തൻ്റെ രാജ്യത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ സജീവമായി ഇടപെട്ട ഒരു വലിയ പ്രവാചകനായി തീരുകയാണ്. കർത്താവ് തൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ വിളിച്ചപ്പോൾ സാവൂൾ രാജാവും ചെറുപ്പമായിരുന്നു. കേവലം ഒരു ബാലനായിരിക്കുമ്പോഴാണ് ദാവീദ് രാജാവ് തിരഞ്ഞെടുക്കപ്പെട്ടത്. സാമുവൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ഭാവി രാജാവിനെ തേടിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ തൻ്റെ മുതിർന്നവരും കൂടുതൽ അനുഭവസമ്പന്നരുമായ മക്കളെ സ്ഥാനാർത്ഥികളായി സമർപ്പിച്ചു. എന്നാൽ ആട്ടിൻപറ്റത്തെ മേയിച്ചുകൊണ്ടിരുന്ന യുവാവായ ദാവീദാണ് തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് പ്രവാചകൻ പറയുകയാണ്. കാരണം മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിലും. പഴയ നിയമത്തിൽ ഇനിയും ഉദാഹരണങ്ങളുണ്ട്. യുവജനങ്ങളെ അല്ലെങ്കിൽ യുവഹൃദയങ്ങളെ ദൈവം വിളിക്കുന്നത്, ദൈവം തിരഞ്ഞെടുക്കുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പുതിയ നിയമ പശ്ചാത്തലത്തിലും എപ്രകാരമാണ് ഈ യുവത്വത്തെ ദൈവം തൊട്ടു നിൽക്കുന്നത്? ഈശോയുടെ ഉപമകളിലൊന്ന്, ഇളയ മകൻ തൻ്റെ പിതാവിൻ്റെ വീടുവിട്ട് ദൂരദേശത്തേക്ക് പോകാൻ തുനിഞ്ഞത് വിവരിക്കുന്നുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തകൾ നാശഹേതുവും അതിര് കടന്നതുമായിരുന്നു. അവൻ ഏകാന്തതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും രൂക്ഷത അനുഭവിക്കുന്നതിന് ഇടയാകുകയാണ്. എന്നിരുന്നാലും ഒരു പുതിയ തുടക്കത്തിന് ശക്തിയാർജിച്ച് എഴുന്നേറ്റ് വീട്ടിലേക്ക് മടങ്ങാൻ അവൻ തീരുമാനിക്കുകയാണ്. യുവഹൃദയങ്ങൾ സ്വാഭാവികമായി തന്നെ മാറ്റത്തിനും തിരിച്ചുവരവിനും എഴുന്നേൽക്കുന്നതിനും ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതിനും സന്നദ്ധരാണ്. ആ മകന് ഈ പുത്തൻ തീരുമാനത്തിൽ താങ്ങാകാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്നാൽ അവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഇതിനോടകം പ്രായത്താൽ വലഞ്ഞ ഒരു ഹൃദയത്തിന് ഉടമയായി കഴിഞ്ഞിരുന്നു. അവൻ ആർത്തിയാലും സ്വാർത്ഥതയാലും അസൂയയാലും വശപ്പെട്ടിരുന്നു. തന്നെ തന്നെ വിശ്വസ്തനെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും എന്നാൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചൈതന്യം ഇല്ലാതിരിക്കുകയും ചെയ്ത ജ്യേഷ്ഠ സഹോദരനെയല്ല, പിന്നെയോ ശരിയായ മാർഗത്തിലേക്ക് മടങ്ങി വന്ന യുവാവായ പാപിയെയാണ് ഈശോ പുകഴ്ത്തുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നിന്നുള്ള ഒരു പാഠമാണ്. പിന്നീട് ലൂക്കാ സുവിശേഷത്തിലും ഈ ഒരു മനോഹരമായ ഉദ്ബോധനം നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യം: യുവാവേ, ഞാൻ പറയുന്നു, എഴുന്നേൽക്കുക. നിങ്ങളുടെ ആന്തരിക ചൈതന്യവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഉന്മേഷവും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും നിങ്ങളുടെ ഔദാര്യവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വിധവയുടെ മരിച്ച മകൻ്റെ മുമ്പിൽ ഒരിക്കൽ നിന്നതുപോലെ ഈശോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പുനരുത്ഥാനത്തിൻ്റെ സർവശക്തി പ്രഭാവത്തോടുകൂടി അവിടുന്ന് നിന്നോട് പറയുകയാണ്, യുവാവേ, ഞാൻ പറയുന്നു, എഴുന്നേൽക്കുക. പരിശുദ്ധ പിതാവ് ഈ വചന പശ്ചാത്തലത്തിലൂടെ എല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. തിരിച്ചു വരാൻ ഒരു അവസരം നമുക്കൊക്കെയുണ്ട്, പ്രത്യേകിച്ച് യുവജനതയ്ക്ക്.
തിരിച്ചു വരാൻ ഒരു അവസരം അവിടുന്ന് നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ തിരിച്ചറിവുകളും തിരിച്ചു നടക്കലും എപ്രകാരമാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ ആദ്യത്തെ വെല്ലുവിളി ഇവിടെ തുടങ്ങുകയാണ്. തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം നിൽക്കുന്ന ഇടം എവിടെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അടുത്ത അധ്യായത്തിൽ ഈശോയുടെ നിത്യ യുവത്വത്തെക്കുറിച്ചുള്ള ആത്മീയമായ വിചിന്തനങ്ങളാണ്. യുവാക്കൾക്ക് ഒരു മാതൃകയായിരിക്കാനും അവരെ കർത്താവിന് പ്രതിഷ്ഠിക്കാനുമായി യേശു യുവാക്കൾക്കിടയിൽ ഒരു യുവാവായിരിക്കുന്നു. ഇക്കാരണത്താൽ സിനഡ് പറഞ്ഞു, യൗവനം മൗലികവും ഉത്തേജകവുമായ ഒരു ഘട്ടമാണ്. യേശു തന്നെയും അത് അനുഭവിക്കുകയും അതിനെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. 30 വയസ്സ് തികഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് തൻ്റെ അരൂപിയെ സമർപ്പിച്ചത്. യേശു യുവാവായ ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നത്തെ ഭാഷയിൽ പ്രായപൂർത്തിയിലെത്തിയ ഒരു യുവാവായിട്ടാണ് ഈശോ തൻ്റെ ജീവൻ സമർപ്പിച്ചത്. ഓജസ് നിറഞ്ഞ നവ യൗവനത്തിലാണ് അവിടുന്ന് തൻ്റെ പരസ്യ ദൗത്യം ആരംഭിച്ചത്. അങ്ങനെ ഒരു പ്രകാശം ഉദയം ചെയ്യുകയാണ്. അവസാനം വരെയും തൻ്റെ ജീവൻ അവിടുന്ന് നൽകുകയാൽ അത് ഏറ്റവും ഉജ്ജ്വലമായി തിളങ്ങി. ആ അന്ത്യം ആകസ്മികമായി നടന്നതല്ല, പ്രത്യുത അവിടുത്തെ യൗവനം മുഴുവനും ഓരോ നിമിഷവും അതിനായിട്ടുള്ള ഒരു വിശേഷ ഒരുക്കമായിരുന്നു. യേശുവിൻ്റെ ജീവിതം മുഴുവനും രക്ഷയുടെ രഹസ്യമായിരുന്നു. യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവിടുത്തെ രഹസ്യത്തിൻ്റെ അടയാളമായിരുന്നു. ഈ ഒറ്റ വാക്യത്തിൽ തന്നെ ഈശോയുടെ നിത്യ യൗവനം, അല്ലെങ്കിൽ അദ്ദേഹം എപ്രകാരമാണ് ഒരു യുവാവായി നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയ പരിവേഷം നൽകുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. യേശുവിൻ്റെ ജീവിതം മുഴുവനും രക്ഷയുടെ രഹസ്യമായിരുന്നു. ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ പ്രബോധനത്തിലെ പരിശുദ്ധ പിതാവിൻ്റെ മനോഹരമായ ഒരു ഉദ്ബോധനമുണ്ട്. യുവാക്കളോടാണത്. അതിങ്ങനെയാണ്: യുവജനങ്ങളെ, യേശു നിങ്ങളെ ദൂരത്ത് നിന്നുകൊണ്ടോ പുറമേ നിന്നുകൊണ്ടോ അല്ല പഠിപ്പിക്കുന്നത്. പിന്നെയോ നിങ്ങളുടെ തന്നെ യുവത്വത്തിൽ പങ്കുപറ്റിക്കൊണ്ട് നിങ്ങളുടെ യുവത്വത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. സുവിശേഷങ്ങളിൽ കാണിച്ചു തരപ്പെട്ട യുവാവായ യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടുന്ന് യഥാർത്ഥത്തിൽ നിങ്ങളിൽ ഒരുവനാണ്. അവിടുന്ന് നിങ്ങളുടെ യുവഹൃദയങ്ങളുടെ പ്രത്യേകതകളിൽ പങ്കുചേരുന്നുണ്ട്. ഉദാഹരണത്തിന് ഇക്കാര്യം നോക്കുക. പിതാവിൽ യേശുവിന് വ്യവസ്ഥയില്ലാത്ത സമർപ്പണ ഭാവമാണുണ്ടായിരുന്നത്. അവിടുന്ന് ശിഷ്യരുമായി സൗഹൃദം പുലർത്തിയിരുന്നു. സംഘർഷങ്ങൾക്കിടയിലും അവിടുന്ന് അവരോട് വിശ്വസ്തത കാട്ടിയിട്ടുണ്ട്. ഏറ്റവും ദുർബലരായവരോട്, പ്രത്യേകിച്ച് ദരിദ്രരോടും രോഗികളോടും പാപികളോടും തിരസ്കൃതരായവരോടും അവിടുന്ന് ആഴമേറിയ ദയ കാട്ടിയിട്ടുണ്ട്. തൻ്റെ സമകാലീന മതാധികാരികളെയും രാഷ്ട്രീയ അധികാരികളെയും നേരിടുന്നതിനുള്ള ധൈര്യം അവിടുത്തേക്കുണ്ടായിരുന്നു. തെറ്റിദ്ധരിക്കപ്പെടുന്നതും തിരസ്കരിക്കപ്പെടുന്നതുമായ അനുഭവം എന്തെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. സഹനത്തെക്കുറിച്ചുള്ള ഭയവും യാതനയുടെ ദൗർബല്യവും അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അരൂപിയുടെ ശക്തിയിൽ അവിടുന്ന് ഭാവിയിലേക്ക് ദൃഷ്ടി തിരിച്ചിട്ടുണ്ട്. യേശുവിൽ എല്ലാ യുവാക്കൾക്കും തങ്ങളെ തന്നെ കണ്ടെത്താനാകും. മനോഹരമായ ഒരു ഉദ്ബോധനമാണിത്. ഈശോയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ യുവത്വം തിരിച്ചറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ യുവാക്കൾക്കും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നത് ഈശോയിലാണ്. ഒരു ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള ആളാണ് ഈശോ. അല്ലെങ്കിൽ ഇന്ന് യുവത്വം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ വേദനകളെയും, എല്ലാ പരാജയ പ്രതിസന്ധികളെയും ഒക്കെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ഈശോ. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നോക്കിയാൽ, അവൻ്റെ വചന പശ്ചാത്തലത്തിലൂടെ നമ്മൾ കടന്നുപോയാൽ, വചന അധിഷ്ഠിതമായി ജീവിക്കാൻ തുടങ്ങിയാൽ ഒരു പരിധിവരെ ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാനും തരണം ചെയ്യാനും ആത്മീയമായി വളരാനും നമുക്ക് സാധിക്കുകയാണ്. ഇന്ന് യുവത്വം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ ഫാസ്റ്റ് ലോകത്തിൽ ജീവിച്ച് ഈ ഡിജിറ്റലൈസ്ഡ് സംസ്കാരത്തിൽ വളരുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചും ഈ പ്രബോധനത്തിൽ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളാണ് ദൈവത്തിൻ്റെ ഇപ്പോൾ എന്നുള്ള ഭാഗത്ത്. സാങ്കേതികതയുടെ സാമൂഹിക അന്തരീക്ഷം. സമകാലീന ലോകത്തിൻ്റെ സവിശേഷതയാണ് ഡിജിറ്റൽ അന്തരീക്ഷം എന്നത്.
മാനവകുലത്തിൻ്റെ വിശാലമായ വരമ്പുകൾ അതിൽ ആഴ്ന്നിരിക്കുകയാണ്. അത് സാധാരണമായും തുടർച്ചയായ രീതിയിൽ സമ്പർക്ക ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ചോദ്യം മാത്രമല്ല, പ്രത്യുത സ്ഥലകാലങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളുടെ മേലുള്ള ആഴമായ സ്വാധീനത്തിനും നമ്മുടെ സ്വയ അവബോധത്തിനും മറ്റുള്ളവരെയും ലോകത്തെയും കുറിച്ചുള്ള ഗ്രഹിക്കലിനും മറ്റുള്ളവരുമായി സമ്പർക്കത്തിലേർപ്പെടാനും അവരെ പഠിപ്പിക്കാനും വിശദാംശങ്ങൾ അറിയാനും അവരുമായി ബന്ധപ്പെടാനുമുള്ള കഴിവിനും ഊന്നൽ കൊടുക്കുന്ന ഉയർന്ന ഡിജിറ്റലൈസ്ഡ് സംസ്കാരത്തിൽ ജീവിക്കുക എന്നത് ശ്രവിക്കുന്നതിനെയും വായിക്കുന്നതിനേക്കാൾ പ്രതിബിംബങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന യാഥാർത്ഥ്യത്തോടുള്ള സമീപനം ജനങ്ങൾ പഠിക്കുന്ന രീതിയിലും അവരുടെ വിമർശന ഭാവത്തെ വികസിപ്പിക്കുന്നതിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്, യുവജനത കൂടുതൽ സമയവും ഈ ഡിജിറ്റലൈസ്ഡ് സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ട് എപ്രകാരം വിശുദ്ധിയിൽ വളരാൻ സാധിക്കും, അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടി ദൈവികതയിൽ ജീവിച്ചുകൊണ്ട് എപ്രകാരം ഈ ഡിജിറ്റലൈസ്ഡ് സംസ്കാരത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. പരിശുദ്ധ പിതാവ് തുടർന്ന് പറയുകയാണ്, വെബും സാമൂഹിക നെറ്റ്വർക്കുകളും സമ്പർക്കത്തിലേർപ്പെടാനും കൂട്ടിയിണക്കാനും ഒരു പുത്തൻ മാർഗം സൃഷ്ടിച്ചിട്ടുണ്ട്. യുവജനങ്ങൾ അവരുടെ സമയം അധികമായി ചെലവഴിക്കുന്നതും പരസ്പരം കണ്ടുമുട്ടുന്നതുമായ പൊതുസ്ഥലമാണത്. ഒരുപക്ഷെ എല്ലാവർക്കും തുല്യപ്രവേശനം അതിലേക്കില്ലെങ്കിലും പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ സംവാദത്തിനും കണ്ടുമുട്ടലിനും വ്യക്തികളുടെ ഇടയിലെ കൈമാറ്റത്തിനും വിവരങ്ങൾക്കും അറിവിനുമുള്ള ലഭ്യതയ്ക്കും അസാധാരണമായ അവസരം അവ നൽകുന്നുണ്ട്. ഇതുകൂടാതെ സാമൂഹികവും രാഷ്ട്രീയവുമായ സമ്പർക്കത്തിൻ്റെയും സജീവ പൗരോഹിത്യത്തിൻ്റെയും വേദിയാണ് ഡിജിറ്റൽ ലോകം. സ്വതന്ത്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഏറ്റവും ദുർബലരായവർക്ക് ഫലപ്രദമായ സംരക്ഷണം നൽകുന്നതും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ഇത് സുഗമമാക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇൻ്റർനെറ്റും സാമൂഹിക നെറ്റ്വർക്കുകളും ഇതിനോടകം തന്നെ യുവജനങ്ങളെ സമീപിക്കുന്നതിനും അവർക്ക് പങ്കാളിത്തം നൽകുന്നതിനും നന്നായി ഉറച്ച വിധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേദിയായി മാറുകയാണ്. അജപാലന പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും ഒട്ടും കുറവല്ല ഇവരുടെ ഉപയോഗം. പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ യുവത്വം എപ്രകാരമാണ് ഈ ഡിജിറ്റലൈസ്ഡ് സംസ്കാരത്തിൽ ജീവിക്കുന്നത് എന്ന്. ഇപ്രകാരം ഇരുട്ടിൻ്റെ വശങ്ങളുണ്ടെങ്കിൽ പോലും പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മെ ബന്ധങ്ങളെ വളർത്തുന്ന രീതിയിലുള്ള ആ ഒരു ഡിജിറ്റലൈസ്ഡ് സംസ്കാരം നമുക്കെങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും? ഇന്നത്തെ യുവജനത ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഇടമാണ് ഈ ഡിജിറ്റൽ ഇടം. അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ആത്മീയ മേഖലയിലേക്ക്, അജപാലന മേഖലയിലേക്ക് നടന്നു നീങ്ങുന്നിടത്താണ് നമ്മുടെ ബോധ്യങ്ങളിലും വളർച്ചയിലുമൊക്കെ ക്രിസ്തു ജീവിക്കുന്നത്. ക്രിസ്തു ജീവിക്കുന്നുവെന്ന ഈ ഉദ്ബോധനം അതുതന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും, അത് ഡിജിറ്റൽ ഇടമായാലും നമ്മുടെ വ്യക്തിബന്ധങ്ങളായാലും കുടുംബമായാലും എവിടെയാണെങ്കിലും ക്രിസ്തു ജീവിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ടോ? ആ ഹൃദയങ്ങളിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ആയിരിക്കുന്ന ഏതിടത്തും ആ ക്രിസ്തുവിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് ഡിജിറ്റൽ ലോകത്തായാലും മറ്റ് ഏത് ലോകത്തായാലും ആ ഒരു ബന്ധം ക്രിസ്തുവുമായി നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. 4-ാമത്തെ അധ്യായത്തിലൂടെ പരിശുദ്ധ പിതാവ് പറയുന്നത് യുവജനങ്ങൾക്കുള്ള മഹത്തായ സന്ദേശത്തെക്കുറിച്ചാണ്. മറ്റെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അത്യാവശ്യമായതിനെക്കുറിച്ച് ഇപ്പോൾ യുവജനങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഒരിക്കലും നിശബ്ദരാകാൻ പാടില്ലാത്ത ഒരു കാര്യം, നമ്മളെല്ലാവരും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ സത്യങ്ങൾ, അത് ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. സ്നേഹമാകുന്ന ദൈവം. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ സത്യം ഇതുതന്നെയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നേരത്തെ അത് കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. അതിനെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ഇതിനെപ്പറ്റി ഒരിക്കലും സംശയിക്കരുത്. ഓരോ നിമിഷവും നിങ്ങൾ അപരിമിതമായി സ്നേഹിക്കപ്പെടുകയാണ്. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നാം മറന്നു പോകരുതാത്ത ഒരു കാര്യമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത. ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുന്നുമുണ്ട്. സ്നേഹം കാരണം നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി
ക്രിസ്തു തന്നെ പൂർണ്ണമായി ബലി കഴിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒന്നിൻ്റെ മുമ്പിലും നിർത്താൻ സന്നദ്ധനല്ലാത്ത ഒരു സ്നേഹിതനാണ് താനെന്നുള്ളതിൻ്റെ ഏറ്റവും സ്പഷ്ടമായ അടയാളമാണ് കുരിശിലെ അവിടുത്തെ നീട്ടപ്പെട്ട കരങ്ങൾ. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 13:1 നാം ഇത് വായിക്കുന്നത്. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. തൻ്റെ ജീവിതം സ്വയം ബലി കഴിക്കുന്ന ആ സ്നേഹത്തിലുള്ള പൂർണ്ണമായ വിശ്വാസത്തിൻ്റേതാണെന്ന് വിശുദ്ധ പൗലോസും പറയുന്നുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. യുവജനങ്ങളോടാണ് ഈ പ്രസ്താവന. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ക്രിസ്തു നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. ജീവിതത്തിലെ 33 വർഷങ്ങൾ രക്ഷയ്ക്കുള്ള വർഷങ്ങളായിട്ടാണ് അവൻ മാറ്റിവെച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും പരാജയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ 2 സത്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുക. ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ക്രിസ്തു നിന്നെ രക്ഷിക്കുന്നുണ്ട്. ഒരു യുവ വ്യക്തിയിൽ ഞാൻ എന്താണ് കാണുന്നതെന്ന് കുറച്ചു കാലം മുമ്പ് ഒരു സ്നേഹിതൻ എന്നോട് ചോദിച്ചു. ഇതായിരുന്നു എൻ്റെ മറുപടി. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സ്വന്തം പാത തേടുന്ന ഒരാളെ, അവരുടെ 2 കാലുകളിൽ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ, ലോകത്തെ അഭിമുഖീകരിക്കുകയും ഭാവിയുടെ ചക്രവാളങ്ങളെ പ്രത്യാശയും വ്യാമോഹവും നിറഞ്ഞ കണ്ണുകളോടുകൂടി നോക്കുകയും ചെയ്യുന്ന ഒരാളെ ഞാൻ കാണുകയാണ്. മുതിർന്നവർ ചെയ്യുന്നത് പോലെ ഒരു യുവവ്യക്തി 2 കാലുകളിലാണ് നിൽക്കുന്നത്. എന്നാൽ സമാന്തര പാദങ്ങളുള്ള മുതിർന്നവരെ അതിലംഘിച്ച് പുറപ്പെടാൻ, കുതിച്ചുയരാൻ സന്നദ്ധനായി അവൻ എപ്പോഴും ഒരു കാൽ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്, പലപ്പോഴും മുന്നോട്ട് ആഞ്ഞുകൊണ്ട്. യുവജനങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നത് വാഗ്ദാനത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും സംസാരിക്കുക എന്നതാണ്. യുവജനങ്ങൾക്ക് അത്രയധികം ശക്തിയുണ്ട്. പ്രത്യാശയോടുകൂടി ഭാവിയിലേക്ക് നോക്കാൻ അവർക്ക് കഴിയുകയാണ്. യുവജനങ്ങളെ നോക്കി പരിശുദ്ധ പിതാവ് പറയുകയാണ്, അവർക്ക് കുതിച്ചുയരാൻ പാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതം അവരിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രതീക്ഷയിലാണ് നമ്മുടെ ഭാവി, അല്ലെങ്കിൽ ഈ പ്രതീക്ഷയിൽ വിശ്വാസമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ഭാവി സുരക്ഷിതമാകുന്നത്. അത് ആത്മീയമായ കുതിച്ചുചാട്ടമാകുമ്പോൾ, ആത്മീയമായ പാതകളാകുമ്പോൾ, അവിടെയാണ് യുവത്വത്തിൻ്റെ പാതകൾ ഏറ്റവും നിർമ്മലമായി മാറുന്നത്, വിശുദ്ധിയിലായി മാറുന്നത്. അവിടെയാണ് ഈ പ്രബോധനത്തിൻ്റെയൊക്കെ ഏറ്റവും ആത്മീയമായ വിവരണത്തിനൊക്കെ അർത്ഥം കിട്ടുന്നത്. ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ ഉദ്ബോധനത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവവിളിയെക്കുറിച്ചും അത് വിവേചിച്ച് അറിയുന്നതിനെക്കുറിച്ചുമൊക്കെ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവവിളി അത് ദൈവിക ദാനമാണെന്നും അത് വിവേചിച്ചറിഞ്ഞ് ക്രിസ്തുവിന് സാക്ഷികളായി തീരുമ്പോഴുമാണ് നാം നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ മനോഹരമാക്കുന്നത് എന്നുമാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരനായ യേശുവിൻ്റെ വിളി. ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ, നിങ്ങൾക്കെന്തെങ്കിലും തരണമെന്നാഗ്രഹിക്കുമ്പോൾ അവൻ നിങ്ങളെ ഉറ്റ കൂട്ടുകാരനായാണ് കാണുന്നത്. ഒരു കൃപ തരാൻ, ചൈതന്യം തരാൻ അവൻ ചിന്തിക്കുന്നെങ്കിൽ അതിൽ പൂർണ്ണമായി ജീവിക്കാനാണ് തരുന്നത്. മറ്റുള്ളവരുടെ ഗുണത്തിനുപയോഗിക്കാനും സ്വജീവിതത്തിൽ അടയാളമുണ്ടാക്കാനും. ഇതാണ് ഏറ്റവും പ്രധാനമായ വിവേചിച്ച് അറിയേണ്ട 2 കാര്യങ്ങൾ. മറ്റുള്ളവരുടെ ഗുണത്തിനുപയോഗിക്കാനും സ്വജീവിതത്തിൽ അടയാളമായി മാറാനും. യുവജനങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളെയാണ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഗുണപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ അടയാളമായി മാറാൻ നമ്മുടെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ എഴുത്തുകൾക്ക്, വാക്കുകൾക്ക് ഒക്കെ സാധിക്കുന്നുണ്ടോ എന്നാണ് യുവജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ദാനമായി ലഭിക്കുന്ന ഒരു ദൈവവിളി തീർച്ചയായും ചിലത് തിരികെ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവിക ദാനങ്ങൾ പരസ്പര ദായിയാണ്. അത് ആസ്വദിക്കാൻ ചില അപകട സാധ്യതകൾ നേരിടേണ്ടി വരും. ചില ബാധ്യതകൾ അത് ആവശ്യപ്പെടുന്നുണ്ട്. ആ ദാനത്തിന് വളർന്നു വികസിക്കാനും മറ്റുള്ളവർക്ക് കൂടി ദാനമായി മാറാനും വേണ്ടി. ദൈവം ഒരു വിളിയെ ഉണർത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താണെന്ന് മാത്രമല്ല, അവൻ്റെയും മറ്റുള്ളവരുടെയും കൂട്ടുകെട്ടിലൂടെ നാളെ എന്താകുമെന്നുകൂടി അവിടുന്ന് ചിന്തിക്കുന്നുണ്ട്. ക്രിസ്തു ദർശനങ്ങളോടുകൂടി തന്നെയാണ് പരിശുദ്ധ പിതാവ് ഇത് പറയുന്നത്. ഈ 2 കാര്യങ്ങളെയാണ് നമ്മളെപ്പോഴും വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത്.
മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി എന്തു ചെയ്യുന്നു? എൻ്റെ ജീവിതത്തിൽ അടയാളമായി ഞാൻ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതെൻ്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ നിഴലിക്കുമ്പോൾ അവിടെയാണ് ക്രിസ്തു ദർശനം എൻ്റെ ജീവിതത്തിലും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്തു എന്നിലും ജീവിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവിടെയാണ്. യുവത്വത്തെ ഈ രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി നീ എന്തു ചെയ്യുന്നു? ഒപ്പം നിൻ്റെ ജീവിതത്തിൽ എന്താണ് അടയാളമായി തീരുന്നത്? ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ അപ്പോസ്തോലിക ഉദ്ബോധനത്തിൻ്റെ അവസാനം പരിശുദ്ധ പിതാവ് ഈ വരികളിലൂടെയാണ് അവസാനിപ്പിക്കുന്നത്. ഈ പാതയിൽ നിങ്ങൾ അനുയാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ രാവും പകലും നിങ്ങളിത് പാലിക്കണം. അതാണ് സ്വന്തം ചോദ്യങ്ങളും ബുദ്ധിമുട്ടുകളും സംവഹിച്ചുകൊണ്ട് മാതാവ് യൗവനത്തിൽ ചെയ്തത്. നിങ്ങളുടെ യുവത്വം അവളുടെ ഉറപ്പുള്ള പ്രാർത്ഥനകളാൽ ശക്തമാവുകയും സാന്നിധ്യത്താൽ സമ്പുഷ്ടമാവുകയും ചെയ്യട്ടെ. പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഓട്ടം തുടരുമെന്ന ആനന്ദ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഓട്ടം തുടരുമെന്ന ആനന്ദ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പതുക്കെയും ഭയന്നും ഓടുന്നവരെ മറികടന്നുകൊണ്ട് നാം ഏറെ സ്നേഹിക്കുകയും ദിവ്യകാരുണ്യത്തിൽ ആരാധിക്കുകയും പീഡയനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ശരീരത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തിൽ ആകൃഷ്ടരായി ഓട്ടം തുടരുക. ഈ മത്സരത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. സഭയ്ക്ക് നിങ്ങളുടെ ചലനം, അന്തർജ്ഞാനം, വിശ്വാസം ഇവ ആവശ്യമുണ്ട്. ഞങ്ങൾക്കത് വേണം. ഞങ്ങൾ ഇനിയും എത്തിപ്പെടാത്തത് നിങ്ങളെത്തുമ്പോൾ നിൽക്കുക. ഞങ്ങളെ കാത്തു നിൽക്കാൻ ക്ഷമയുണ്ടാകണം. പരിശുദ്ധ പിതാവിൻ്റെ അപ്പസ്തോലിക ഉദ്ബോധനമായ ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ ഉദ്ബോധനം വളരെ വ്യക്തമായി ഈ കാലഘട്ടത്തോട് വിളിച്ചു പറയുകയാണ്. എപ്രകാരം ക്രിസ്തു എന്നിലും നിങ്ങളിലും ജീവിക്കുന്നു, അല്ലെങ്കിൽ എപ്രകാരമാണ് ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്? ഈ ഫാസ്റ്റ് ലോകത്തിൽ, ഈ ഡിജിറ്റലൈസ്ഡ് സംസ്കാരത്തിൽ എപ്രകാരം യുവജനതയ്ക്ക് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും, ക്രിസ്തുവിൽ വളരാൻ സാധിക്കും എന്നൊക്കെ ഈ അപ്പസ്തോലിക ഉദ്ബോധനം, ക്രിസ്തു ജീവിക്കുന്നു എന്ന ഈ പ്രബോധനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്.